ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ശിഖർ ധവാനുമായി ബന്ധപ്പെട്ടതാണ്. ശിഖർ ധവാൻ നേരത്തെ തന്നെ വിരമിച്ചതാണ്. പക്ഷേ ധവാൻ IPL-ൽ കളിക്കുന്നുണ്ട്. പക്ഷേ ധവാനെ കാര്യമായി പിന്തുണ ടീമുകൾ കൊടുക്കുന്നില്ല. താരത്തിന് ഓൾറെഡി 38 വയസ്സായി. അതുകൊണ്ട് ശിഖർ ധവാനെ IPL ടീമുകൾ തഴയുകയാണ്. ഇപ്പോഴിതാ ശിഖർ ധവാൻ നേപ്പാളിലേക്ക് പോയിരിക്കുകയാണ്. നേപ്പാൾ പ്രീമിയർ ലീഗിലാണ് ശിഖർ ധവാൻ സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ IPL എങ്ങനെയാണോ അതുപോലത്തെ ലീഗാണ് നേപ്പാളിലെ പ്രീമിയർ ലീഗ്. അതിലാണിപ്പോൾ ശിഖർ ധവാൻ സൈൻ ചെയ്തിരിക്കുന്നത്. BCCIയുടെ കരാറ് പ്രകാരം പുറത്തുപോയിട്ട് കളിച്ചാൽ പിന്നീട് IPL-ൽ കളിക്കാൻ സാധിക്കില്ല. ശിഖർ ധവാൻ BCCIയുടെ റൂള് ലംഘിച്ചിരിക്കുകയാണ്. അല്ലെങ്കിലും ശിഖർ ധവാനെ IPL ഇനി ആരും തന്നെ വിളിക്കില്ല. അതുകൊണ്ടാണ് ശിഖർ ധവാൻ നേപ്പാൾ ക്രിക്കറ്റിലേക്ക് പോയിരിക്കുന്നത്. ശിഖർ ധവാൻ ഇന്ത്യൻ രാജ്യം തന്നെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നേപ്പാൾ ലീഗിൽ ശിഖർ ധവാന്റെ വെടിക്കെട്ട് കാണാൻ സാധിക്കും. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിനെ ക്യാപ്റ്റൻസിക്ക് അവസരമൊരുക്കുകയാണ്. ഇപ്രാവശ്യം സൗത്ത് ആഫ്രിക്കയുമായിട്ട് സൂര്യകുമാർ ആയിരുന്നു ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ. ഇനി വരാൻ പോകുന്ന ഇംഗ്ലണ്ട് സീരീസിലായിരിക്കും സഞ്ജു ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്നത്. സൂര്യകുമാർ, പാണ്ഡ്യ അടങ്ങുന്ന ഇന്ത്യൻ താരങ്ങൾ റെസ്റ്റിലായിരിക്കും. പകരം സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. സഞ്ജു ക്യാപ്റ്റനായാൽ അത് സഞ്ജുവിന് ലോട്ടറിയാണ്. കാരണം ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. സാധാരണ ടീമിന്റെ ക്യാപ്റ്റൻ സഞ്ജു ആയിട്ടുണ്ട്. ഇന്ത്യയുടെ മെയിൻ ടീമിന്റെ ക്യാപ്റ്റൻ ആദ്യമായിട്ടാണ് സഞ്ജു ആകാൻ പോകുന്നത്. ഗംഭീർ സഞ്ജുവിൽ അത്രയും വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഞ്ജുവിനെ ക്യാപ്റ്റൻ ആകുന്നത്. അതുമാത്രമല്ല T20-ൽ അടുപ്പിച്ച് 2 സെഞ്ചുറി സഞ്ജു നേടി. അതുകൊണ്ട് സഞ്ജുവിനെ T20-ൽ സ്ഥിരമാക്കാനാണ് BCCIയുടെ പദ്ധതി. അതിന്റെ ഭാഗമായിട്ടാണ് സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കുന്നത്. സൂര്യകുമാർ റെസ്റ്റ് എടുക്കുമ്പോൾ സഞ്ജു ആയിരിക്കും ഇനി ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ. അതിന് മുന്നോടിയായിട്ടാണ് ഇംഗ്ലണ്ടുമായിട്ടുള്ള പരമ്പരയിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ ആകുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.